വേളാങ്കണ്ണിയിലെ അന്തർദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഷ്രൈൻ ബസിലിക്ക പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനുള്ള ഒരുക്കത്തിലാണ്. സെപ്റ്റംബർ 8 തീയതിയാണ് തിരുനാൾ. ഇന്ന് ഓഗസ്റ്റ് 29 തിരുനാളിനൊരുക്കമായ കൊടിയേറ്റ് ദിനമാണ്. തഞ്ചാവൂർ രൂപതയിൽപ്പെട്ട കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണി ആരോഗ്യമാതാവിൻ്റെ ഇരിപ്പിടമാണ്. നിസ്സാരമായ ഒരു തീരദേശ ഗ്രാമം ഇന്ന് ലോകമറിയുന്ന അന്തർദേശീയ നിലവാരമുള്ള ഒരുപക്ഷെ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും അധികം സ്ഥലം ഉപയോഗിച്ച് പ്രാർത്ഥനയ്ക്കും മറ്റും നൽകിയിട്ടുള്ള ഒരു സ്ഥാനമായി മാറിയത് പരിശുദ്ധ അമ്മയുടെ തിരഞ്ഞെടുപ്പ് ഒന്നുകൊണ്ട് മാത്രമാണ്. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ് ഈ ബസിലിക്ക പള്ളി നിലനിൽക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന ആരോഗ്യമാതാവിൻ്റെ പ്രതിഷ്ഠയുള്ള ആദ്യത്തെ ആ ഒരു ബസിലിക്കയാണ് നമ്മളിന്ന് പ്രാർത്ഥനാപൂർവം ഒന്ന് കാണുന്നത്. ഇതിൻ്റെ തുടർച്ചയായി ഈ ക്യാമ്പസിലുള്ള എല്ലാ സ്ഥാപനങ്ങളും നമ്മളൊന്ന് സന്ദർശിക്കുന്നുണ്ട്. വലിയ പ്രാർത്ഥനയ്ക്ക് അവസരം കിട്ടുന്ന നല്ലൊരു ഇടമാണ് വേളാങ്കണ്ണി. ബസിലിക്ക റെക്ടറച്ചൻ്റെ പ്രത്യേക അനുമതിയോടെ ഈ ബസിലിക്കകത്തുള്ള ചില ചിത്രങ്ങളൊന്ന് ചിത്രീകരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൂടി ഇതിനകത്ത് നമ്മൾ പെടുത്തുന്നുണ്ട്. ഈ കാണുന്ന ബസിലിക്കയുടെ പുറകിലായി 2 നിലയുള്ള ഒരു പള്ളി, അത് നമ്മൾ സന്ദർശിക്കും. ഇത് വൈദിക വസതിയാണ്. ലോകത്ത് എവിടെ നിന്നും അച്ഛന്മാർക്ക് വന്ന് ഇവിടെ താമസിക്കാൻ സാധിക്കും. അവിടെ നിന്നാണ് ഞാൻ ആ മുകളിൽ നിന്നുള്ള വിഷ്വൽസ് എടുത്തിട്ടുള്ളത്. ഇത് മ്യൂസിയമാണ്. ഈ വഴി നേരെ ചെല്ലുന്നത് കടലിലേക്ക് എത്തുന്നു. നമുക്ക് ബസിലിക്കയ്ക്കകത്ത് ഒന്ന് കയറാം. വളരെ ശാന്തതയുള്ള, വളരെ സ്വസ്ഥതയുള്ള, വലിയ പ്രാർത്ഥനയുടെ അരൂപി നിലനിൽക്കുന്ന ചൈതന്യവത്തായ ഒരു സ്ഥലം. അതാണ് വേളാങ്കണ്ണി ബസിലിക്ക. 17-ാം നൂറ്റാണ്ടിൽ ചൈനയിലെ മക്കാവോയിൽ നിന്നും കൊളംബിയയിലേക്ക് പോകുന്ന ഒരു പോർച്ചുഗീസ് കച്ചവട കപ്പൽ കൊടുങ്കാറ്റിലകപ്പെട്ട് അവരെല്ലാവരും നശിക്കുന്ന ഒരു സാഹചര്യം വന്നു. അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി ആ കപ്പൽ ഈ വേളാങ്കണ്ണി തീരത്ത് അടുത്തു. ആ രക്ഷപ്പെടലിൻ്റെ ഓർമ്മയ്ക്ക്, ഇത് ബസിലിക്കയുടെ ഉൾഭാഗമാണ്, പ്രധാനപ്പെട്ട അൾത്താരയാണ്. ആ അൾത്താരയുടെ ചുറ്റും അലങ്കരിച്ചിരിക്കുന്ന വേദപുസ്തകത്തിലെ സുവിശേഷത്തിലെ ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്തിയ ഈ പ്രോസ്ലെയിൻ പ്ലേറ്റ്സ്, അത് 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് നാവികർ അവിടെ സ്ഥാപിച്ചതാണ്. ഇന്നും അതുതന്നെയാണ് നിലനിൽക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രധാന പ്രതിഷ്ഠ ഇതാണ്. എപ്പോഴും പൂക്കളാൽ അലങ്കൃതമാണ്. പുതിയ സാരി എല്ലാം ഉടുത്ത് ഭംഗിയാക്കി വയ്ക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഫോട്ടോയ്ക്കൊന്നും അനുമതിയുള്ളതല്ല. എപ്പോഴും എല്ലാവരും പ്രാർത്ഥനയുടെ നിറവിൽ ഇരിക്കുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ തൊട്ട് പുറകിൽ സാക്രിസ്റ്റി ഉണ്ട്. അവിടെ 4 അൾത്താരകൾ പ്രൈവറ്റ് ചാപ്പലിന് ഉണ്ട്. ഞങ്ങൾ അവിടെയാണ് കുർബാന ചൊല്ലുന്നത്. കുർബാന ചൊല്ലിയതിന് ശേഷം ഇവിടെ ഈ അൾത്താര സാങ്ച്വറിക്കകത്തിരുന്ന അച്ഛന്മാർക്ക് പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. അതിനുശേഷം ഒന്ന് ചിത്രീകരിച്ചതാണിത്. ഇതിൻ്റെ ഈ പരിസരം നമ്മൾ മുഴുവൻ ഒന്ന് പ്രാർത്ഥനാപൂർവ്വം കാണുന്നു. അടുത്ത 1-2 ചെറിയ വീഡിയോകളിലൂടെ ഈ ഒരു ഡോമിൻ്റെ നേരെ താഴെയാണ് നമ്മളിപ്പോൾ കണ്ട ആ അൾത്താരയും അവിടെ പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠയും. ഒരുപാട് ആളുകൾ വലിയ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വേളാങ്കണ്ണി ആരോഗ്യമാതാവിൻ്റെ സവിധത്തിൽ ഈ തിരുനാൾ ദിനം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ വലിയ വിശ്വാസത്തോടെ കാഴ്ചവെക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് കാവൽ ആകട്ടെ.